ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഞാൻ ആ സ്ത്രീയോടൊപ്പമാണ്, ഞാൻ അവരുടെ ഭാഗത്താണ്. അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുന്നു. ഞാൻ അന്ന് കണ്ടത്, എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല അവരെനിക്ക് കൊന്നുകളയണമെന്ന് തോന്നി. എന്റെ കൈ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആക്രമിച്ചാണ് അവര്. വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും സ്വിച്ച് ഓഫ്, 7ാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ എവിടെ വെച്ച് എപ്പോൾ ആര് മുഖേന ഈ തുക സുനിൽകുമാർ ആവശ്യപ്പെട്ടു എന്ന പോലീസ് ചോദ്യത്തിന് ദിലീപിന് മറുപടി ഇല്ലാതെ പോയി. നിരപരാധിയെന്ന് സ്വയം ഉറപ്പുള്ള ഏതൊരാളും പ്രകടിപ്പിക്കുന്ന ന്യായമായ അസ്വസ്ഥതകൾ പോലും നടനിൽ കണ്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങൾക്ക് മുന്നിലും പരാതിയൊന്നും പറഞ്ഞില്ല. 8ാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ദിലീപ് കുറ്റക്കാരനല്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതി 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് കോടതിയിൽ ദിലീപിനെതിരായിട്ടുള്ള ഹാജരാക്കിയ തെളിവുകള് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടും മതിയായ തെളിവുകൾ ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ പറയുന്ന ദിലീപിനെ ഇപ്പം 8ാം പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയേക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ശരിക്കുള്ള വിധിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ പേപ്പറായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ അടക്കം കിട്ടണമെങ്കിൽ 12ാം തീയതിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരൂ. അതുപോലെ തന്നെ അതിജീവിതയുടെ ഭാഗത്തു നിന്നും സർക്കാർ അപ്പീലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പലരും ഇത് ഒരു കെട്ടിച്ചമച്ച കഥയാണെന്നും പലരെയും കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കഥയാണെന്നും ഒക്കെ പറഞ്ഞു വരുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കേസിലെ 6 പ്രതികൾക്ക് വ്യക്തമായിട്ട് അതിനുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ ലഭിക്കും. അവർ പ്രതികൾ തന്നെയാണ്, ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് മുൻപിൽ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. കോടതി അത് പറഞ്ഞിട്ടുമുണ്ട്, അവർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതൊക്കെ അങ്ങനെയുള്ള വാദങ്ങളൊക്കെ പൊളിഞ്ഞു. ഈ പറയുന്ന അതിജീവിതക്ക് നേരിട്ടുള്ള ഇത്രയും ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണിത്. കാരണം ഇതുപോലും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിജീവിതയെ വളരെ മോശം രീതിയിൽ അപമാനിച്ചുകൊണ്ട് വരെ ആൾക്കാർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, പുച്ഛിച്ചുകൊണ്ട്. സ്വന്തം വീട്ടിൽ എങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ചായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല, അതിനിടയ്ക്ക് ഒരു പനിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് തന്നെ തൊണ്ട ഭയങ്കരമായിട്ട് കിച്ചായിട്ട് കിടക്കുവാണ്. പക്ഷെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്തായാലും ഇതുമായിട്ട് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ ആദ്യം തന്നെ ഈ പറയുന്ന വക്കീലിന്റെ ഭാഗത്തു നിന്നും അതിജീവിതക്കെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേസിന്റെ വിധി വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം. 8ാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത് ദിലീപിനെതിരായി. ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, 8ാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ 8ാം പ്രതി എന്ന് പറയുന്ന ആൾക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് ഗൂഢാലോചന, അതായത് ഒരു കൃത്യം ഇത്രയും മോശം രീതിയിൽ ക്രൂരമായിട്ടൊരു വ്യക്തിയെ കട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്നുള്ളതിന് നേതൃത്വം കൊടുത്ത് ഇത് ചെയ്യിച്ചു എന്നുള്ളൊരു കുറ്റമാണ്, ഗൂഢാലോചന എന്നുള്ളൊരു സംഭവമാണ് ഇതിലുള്ള ആൾക്ക് വന്നിട്ടുള്ളത്. ആ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു ഗൂഢാലോചന നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണെങ്കിലും ഈ പറയുന്ന ഗൂഢാലോചന കാര്യങ്ങൾ നടത്താതെ ഇങ്ങനൊരു സംഭവമേ പ്ലാൻ ഇട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ആ ഒരു അതിജീവിതയ്ക്ക് നടക്കില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്ന രീതിയിൽ അലിഗേഷൻ വന്നിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ദിലീപ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്ത ആളും ചെയ്യിപ്പിച്ച ആളും കുടുങ്ങണം എന്ന ആൾക്കാർക്ക് നിർബന്ധമുള്ളത്. അപ്പൊ ചെയ്തയാൾ മാത്രം കുടുങ്ങാതെ ഇതാരാണോ ചെയ്യിപ്പിച്ചത് അയാളും കുടുങ്ങണം എന്നുള്ളതാണ് ഈ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വരുന്നൊരു ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഈ വ്യക്തി പറയുന്ന ഒരു കാര്യമാണ്, 8 വർഷമായിട്ട് ഒരു തെളിവ് പോലും ഈ പറയുന്ന ദിലീപിനെതിരെ ഇല്ല, അല്ലെങ്കിൽ ഇത്രയും നിരപരാധിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്നു. എന്നാൽ ഈ പറയുന്ന ദിലീപ് ആദ്യം മുതൽ, അതായത് 8 വർഷമായിട്ട് ഇന്നേ വരെ ഒരു കംപ്ലൈന്റ് പോലും ഈ പറയുന്ന ആളെ പിടിച്ചിട്ട് അതായത്
2 മാസത്തോളം അകത്ത് കിടന്നു അല്ലെ. അപ്പൊ അങ്ങനെ കിടന്ന സമയത്ത് പോലും എന്തുകൊണ്ടാണ് ഒരാൾക്കെതിരെയും ഒരു രീതിയിൽ ഒരു കംപ്ലൈന്റ്, ഞാൻ നിരപരാധിയാണ്, എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് ഒരു വാക്കുപോലും പറയാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാഞ്ഞത്? ഇങ്ങനെയുള്ളൊരു കേസിൽ വിധി ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നതിൽ പിന്നെയാണ് ദിലീപിന്റെ ഭാഗത്തു നിന്നും മഞ്ജുവിനെതിരെ അടക്കം ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഒരക്ഷരം മിണ്ടുന്നത്. അപ്പോ എന്തുകൊണ്ട് 8 വർഷം ഈ കേസ് നടക്കുന്ന സമയത്ത് ദിലീപ് വ്യക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല? അപ്പോ ഈ പറയുന്ന ദിലീപിന് അറിയില്ലേ, അതായത് ഞാൻ നിരപരാധിയാണെന്നുള്ള ബോധം 8 വർഷത്തിന് ശേഷമാണോ ഈ പറയുന്ന ദിലീപിന് വന്നത്? അങ്ങനെ നിരപരാധിയാണ് എങ്കിൽ, അതായത് കോടതി വിധിപ്രകാരം ഇപ്പൊ വെറുതെ ഇട്ടുവെങ്കിലും ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ 90% ആൾക്കാരുടെയും മനസ്സിൽ അവര് വിശ്വസിക്കുന്ന കാര്യം എന്ന് നമുക്ക് കമന്റ് ബോക്സിലാണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ പേരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുടെ മുൻപിലേക്ക് മഞ്ജുവിനെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്, മഞ്ജുവാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മഞ്ജുവാണ് ഇതിലൊക്കെ തുടക്കം കുറിച്ച് ഗൂഢാലോചന എല്ലാം ഉണ്ടാക്കിയത് മഞ്ജുവാണെന്നുള്ള രീതിയിൽ ഒരു കാര്യം ഇട്ടുകൊടുത്തല്ലോ. പക്ഷേ ഈ കേൾക്കുന്ന ജനങ്ങളും കാര്യങ്ങളൊക്കെ ഇത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കമന്റ് ബോക്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ദിലീപിന് ഇത്രയും കാലമായിട്ട് ബോധോദയം വന്നിട്ടില്ലായിരുന്നു. താൻ നിരപരാധിയാണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ആണ് കോടതിയിലെ വിധി വന്നതിന് ശേഷം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ദിലീപ്. യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു എന്താ പറയുക, ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആലോചനകൾ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരാളിലേക്ക് ഈ കേസ് എത്തിയത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അല്ല എങ്കിൽ നിങ്ങൾ തന്നെ പറയുക. അതായത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഈ പറയുന്ന ദിലീപിന് വേണ്ടി വാദിക്കാൻ വന്ന വ്യക്തിയോ അല്ലെങ്കിൽ ദിലീപോ എവിടെയും കോടതിയിൽ ഒരു മറ്റൊരു വ്യക്തിക്കെതിരെ, അതായത് ഈ പറയുന്ന ഞാനല്ല ചെയ്തത്, ഈ വ്യക്തി വേറൊരു വ്യക്തി ചെയ്തിട്ട് അത് എന്റെ മേൽ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഗൂഢാലോചന ചെയ്തിട്ട് അതായത് എന്റെ ശത്രുവായ ഒരു വ്യക്തിക്ക് ഒരു പേര് പറയണ്ടേ, ഒരു ശത്രുവായിട്ടുള്ള ഒരു വ്യക്തി എനിക്കെതിരെ നടത്തിയ ഒരു നാടകം അല്ലെങ്കിൽ എന്നെ കുറ്റക്കാരനാക്കണമെന്ന് നിർബന്ധമുള്ള എൻ്റെ ഒരു ശത്രുവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ഗൂഢാലോചന ചെയ്തതെന്ന തെളിവ് മൂലം ഈ പറയുന്ന ദിലീപിന് 8 വർഷം ഉണ്ടായിട്ടും എന്തുകൊണ്ടെന്നാ പിന്നെ ദിലീപ് പറഞ്ഞില്ല. അങ്ങനെ വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാരാണ് ചെയ്തതെങ്കിൽ ദിലീപിന് 8 വർഷം കിട്ടിയില്ലേ? ദിലീപിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാമായിരുന്നില്ലേ? തെളിവുകളെ സമർപ്പിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ദിലീപിന് അത് സാധിച്ചില്ല? ദിലീപ് എന്നൊരു പേരിനപ്പുറം വേറൊരു പേര് ഇന്നേ വരെ 8 വർഷമായിട്ടും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? അങ്ങനെ ഒരാൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു വേറെ എങ്കിൽ എന്തുകൊണ്ട് വന്നില്ല? ഇത്ര 8 വർഷമായിട്ടു ദിലീപ് എന്ന പേരിനപ്പുറം വേറൊരു പേര് ഇവിടെ വന്നിട്ടില്ല. ദിലീപിന് പറയാമായിരുന്നില്ലേ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നുവെങ്കിൽ? ഇതിന്റെ പുറകിൽ വേറൊരാളാണ്, അയാൾ ചെയ്ത ഗൂഢാലോചന ഇതാണ്, എനിക്കെതിരെ നടത്തിയ തെളിവുകൾ ഇതാണ് എന്ന് വ്യക്തമായിട്ട് ദിലീപിന് പ്രൂവ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ദിലീപിന് അത് സാധിച്ചില്ല? ഇപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇങ്ങനൊരു വിധി വന്നു എന്നത് കണ്ടതിന് ശേഷം വന്നിട്ട് പ്രതികരിക്കുകയാണ് ഇവർ ഗൂഢാലോചന നടത്തി. ഈ പറയുന്ന പോലീസുകാർക്ക് ദിലീപിനോട് എന്താണ് ശത്രുത? ഈ പറയുന്ന സിനിമയില് നല്ല രീതിയിൽ, അതായത് അത്രയും മോളിൽ എല്ലാ സംഘടനയിലും നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്നത്. അത്രയും ഏറ്റവും മോളില് ഇതില് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അവരെക്കാൾ മോളിൽ നിന്ന വ്യക്തികളാണ് ഇവർക്കെതിരെ പ്രതികരിച്ച് എന്ന് പറയണമെങ്കിൽ ഇവിടെ ഒരു രീതിയിലും അമ്മ സംഘടനയിൽ നിന്നാണെങ്കിൽ പോലും ഈ FK ആണെങ്കിൽ പോലും ആരാണ് ദിലീപിനെതിരായിട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടുള്ളത്? പുറത്തു വന്ന് ആരാണ് പ്രതികരിച്ചിട്ടുള്ളത്? ആരും വലിയ രീതിയിൽ ദിലീപിനെതിരെ ഒരു നീക്കവും നടത്തിയതായിട്ട് കണ്ടിട്ടില്ല. ദിലീപിന്റെ ഈ കേസ് വന്നതിൽ പിന്നെ WCC സംഘടന രൂപീകരിക്കുകയും അതിനുശേഷം ഹേമ കമ്മിറ്റി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വന്ന് മൊത്തത്തിൽ സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതായത് ദിലീപ് മൂലം ദിലീപിനെ തകർത്തിട്ട് ഉയർന്നു വന്നൊരു വ്യക്തി ആരാണ് ഇവിടെയുള്ളത്? അങ്ങനെ ഉയർന്നു വന്ന ഒരു പ്രമുഖനായ വ്യക്തികളോ കൂടി ഇല്ല. മൊത്തത്തിൽ തകർന്നടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ ദിലീപും A1-ഉമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ. അതെ,
1 മുതൽ 6 വരെയുള്ള പ്രതികളുമായിട്ട് ഉള്ള ഗൂഢാലോചനയും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷേ ഒരു ദിവസം വെറുതെ ഇരുന്ന പൾസർ സുനിക്കും അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്കും വെറുതെ ഇരുന്നപ്പോ തോന്നിയ ഒരു ബോധോദയമാണ് ഈ പറയുന്ന ആളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്ന്. ഇനി അങ്ങനെ തന്നെ ആണെങ്കിൽ എന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാണ് പൾസർ സുനി ഈ പറയുന്ന അതിജീവതയോട് കാറിൽ വെച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരാളുടെ കൊട്ടേഷൻ ആണ് എന്നും. അത് കഴിഞ്ഞ ശേഷം ഇറങ്ങി കാറിൽ നിന്നും ഇത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് മുൻപിലിരുന്ന വ്യക്തി അടക്കോട് സോറി എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയ കൊട്ടേഷൻ ആണ് ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അവരെ കൊണ്ട് ചെയ്യിച്ചതാണിത്. അപ്പൊ ചെയ്യിച്ച വ്യക്തിയല്ലേ ഇവരെ പോലെ തന്നെ അതേ രീതിയിൽ ഏറ്റവും വലിയ ക്രൂരനായ വ്യക്തി. അപ്പോൾ എത്രയോ അധികം ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഈ വ്യക്തിക്ക് പങ്കില്ല അല്ലെങ്കിൽ ഗൂഢാലോചന ഗൂഢാലോചന തെളിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്തും മോളിൽ കർമ്മ എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രയധികം നമ്മുടെ മുൻപിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മളൊരു ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഈ ഒരു വ്യക്തി അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ, അതായത് ഈ മനുഷ്യന്റെ മനസ്സാക്ഷിയുടെ കോടതി എന്ന് പറയത്തില്ലേ, അതില് നമുക്ക് എന്തായാലും ജീവിതത്തിൽ അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് നമ്മൾ പറയാ സാധാരണയായിട്ട്. ഇനി ഈ പറയുന്ന ദിലീപ് പറഞ്ഞൊരു കാര്യമുണ്ട്, മഞ്ജു വാര്യർ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവരിരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി. ഇതില് എവിടെയാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത് ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് ചെയ്തത് എന്ന്? അന്നത്തെ ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുത്ത ദിലീപ് ഈ പറയുന്ന സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വാർത്തകൾ വളച്ചൊടിക്കുകയാണ്. 2017 ഒരാള് പോലും ഒരാള് പോലും ദിലീപിനെതിരായിട്ട് ദിലീപാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ദിലീപ് ഇന്ന് ആ സമയത്ത് കയറിയിട്ട് ആ സ്റ്റേജിൽ ഇതാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദിലീപായിട്ട് പറയാണ് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് മഞ്ജു വാര്യർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ദിലീപാണെന്ന് ദിലീപ് സ്വയം എന്തിനാണ് അങ്ങ് കരുതുന്നത്? അതായത് ദിലീപ് സ്വയം കരുതുന്നത് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ കുറിച്ചാണെന്ന് എന്തിനാണ് ദിലീപിന് ഇത്ര ഉറപ്പെന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന മഞ്ജു വാര്യർ പറയാനുള്ള കാരണം അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ പറയുന്ന അതിജീവിതയുമായിട്ട് സംസാരിച്ച സമയത്ത് എന്താണ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരാൾ കൊടുത്ത ഒരു കൊട്ടേഷൻ ആണെന്ന് ഈ പറയുന്ന അതിജീവിത മഞ്ജു വാര്യരോടടക്കം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മഞ്ജു വാര്യർ അന്ന് സ്റ്റേജിൽ അത് പറയുന്നത്. അപ്പൊ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് രോക്ഷം കൊള്ളേണ്ട ആവശ്യം എന്താണ്? ഇനി അന്ന് പറഞ്ഞ കാര്യം ഇപ്പം 8 വർഷങ്ങൾക്ക് ശേഷവും ഓർത്ത് വെച്ച് പറയുന്ന ദിലീപിനോട് നമുക്ക് എന്താണ് മറുപടി പറയേണ്ടത്? നമ്മൾ എന്താണ് പറയേണ്ടത്? അപ്പൊ ഇത്രയും അതായത് പോലീസുകാർക്ക് എന്താണ് ദിലീപിനോട് വൈരാഗ്യം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന അതിജീവതയും ഈ പറയുന്ന മഞ്ജുവും പോലീസുകാരും എല്ലാം കൂടിയിട്ട് കളിച്ച കളിയാണെന്നാണോ? അല്ല, അങ്ങനെയാണ് എങ്കിൽ ഇതിന് പിന്നിൽ ശരിക്കുമുള്ള ആൾ ആരാണ്? അത് പുറത്തു വരണ്ട. ഇനി ദിലീപ് അല്ല എന്ന് ദിലീപ് പറയുന്ന സമയത്ത് ശരിക്കും അപ്പൊ കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? ഈ കൊട്ടേഷൻ കൊടുത്തു, എനിക്ക് കൊട്ടേഷൻ തന്നതാണെന്ന് പറയുന്ന പൾസർ സുനി എഴുതിയ കത്തടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതേ സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ കേസ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ദിലീപിലേക്ക് ഈ കാര്യങ്ങൾ വന്നതെന്നും അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങൾ ആ സമയത്ത് വന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ദിലീപ് അന്ന് ഒരു അക്ഷരം പോലും ഞാനല്ല കുറ്റവാളി അല്ലെങ്കിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് പറഞ്ഞൊരു ഒരു സിംഗിൾ കംപ്ലൈന്റ് പോലും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം.
ആക്രമിച്ച കേസിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുമെന്ന ഭീഷണിയുമായി പൾസർ സുനി ജയിലിൽ നിന്ന് വിളിച്ചുവെന്ന് പരാതിപ്പെട്ട് ഏപ്രിൽ 20-നാണ് ദിലീപ് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ സമീപിച്ചത്. എന്നാൽ ഇതിനും ഏതാണ്ട് 20 ദിവസം മുൻപെങ്കിലും സുനിൽകുമാർ ദിലീപിന്റെ മാനേജരെയും നാദുഷയും ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ആ വഴിക്ക് ഒത്തുതീർപ്പിനായി നടത്തിയ ശ്രമങ്ങളൊന്നും ഫലിക്കാതെ പോയതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുക്കുന്ന മട്ടിൽ ദിലീപ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെയാണ് ദിലീപിന് ആദ്യം പിഴച്ചത്. രണ്ടാമതായി ദിലീപ് തന്നെ DGPക്ക് നൽകിയ സുനിൽകുമാറിന്റെ കത്തിൽ ഒരിടത്തും ഭീഷണിയില്ലെന്ന് പോലീസ് നിരീക്ഷിച്ചു. അവർക്കിരുവർക്കും ഇടയിലുണ്ടായിരുന്ന സൗഹൃദം നന്നായി പ്രതിഫലിക്കുന്നതായിരുന്നു അതിലെ ഭാഷയും ഉള്ളടക്കവും. ദിലീപിന് ഈ പറയുന്ന പൾസർ സുനി ജയിലിൽ വെച്ചിട്ട് ദിലീപിന് ഒരു കത്ത് എഴുതുകയാണ്. അപ്പൊ ഈ കത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ, അതായത് ഈ കത്ത് എഴുതുന്ന സമയത്ത് ഈ കത്തുമായിട്ട് മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിൽ കത്ത് പുറത്തു വരുമെന്ന് മനസ്സിലാക്കിയ ദിലീപ് എന്ത് ചെയ്തു? DGPക്ക് ഈ കത്തുമായിട്ട് പോയിട്ട് പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നേരത്തെ പോയിട്ട് അവിടെ ഒരു കീഴടങ്ങുന്ന രീതിയിൽ, അതായത് എനിക്ക് ഒരു ഭീഷണി കത്ത് അയച്ചു എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ ആ സമയത്ത് അവരെ കത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് ഒരു സൗഹൃദ സംഭാഷണം എന്നുള്ള രീതിയിലല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും അവിടെ പൾസർ സുനി പറയുന്നില്ല. അത് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ഡീലിങ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചുമാണ് ഈ പറയുന്ന ആള് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തും അതിജീവിത പോയിട്ട് ആദ്യം തന്നെ ഇതാ ഇങ്ങനെയാണ്, അതായത് പൾസർ സുനി കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതേ ദിലീപ് അങ്ങോട്ട് പോയിട്ട് ഈ കേസിലേക്ക് ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് അതിബുദ്ധി കാണിക്കുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്തതാണ്. അങ്ങോട്ട് ചെന്നിട്ട് കയറി കൊടുത്തിട്ട് പറയാണ്, പൾസർ സുനി എനിക്ക് കത്തയച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷേ പോലീസുകാർ നോക്കുന്ന സമയത്ത് അതിലൊരു ഭീഷണി ഇല്ല. ഇവർ തമ്മിൽ സൗഹൃദപരമായിട്ട് സംസാരിച്ച രീതിയിലാണ് കാണുന്നത്. അപ്പൊ അവിടെയാണ് ആദ്യമായിട്ട് പെടുന്നത്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഒരു കാര്യവും പ്രതി അതിൽ എഴുതി ചേർത്തില്ല. പകരം അവർ ദിലീപ് തന്നെ DGPക്ക് നൽകിയ സുനിൽകുമാറിന്റെ കത്തിൽ ഒരിടത്തും ഭീഷണിയില്ലെന്ന് പോലീസ് നിരീക്ഷിച്ചു. അവർക്കിരുവർക്കും ഇടയിലുണ്ടായിരുന്ന സൗഹൃദം നന്നായി പ്രതിഫലിക്കുന്നതായിരുന്നു അതിലെ ഭാഷയും ഉള്ളടക്കവും. ദിലീപിന് തിരിച്ചടിയാകുന്ന ഒരു കാര്യവും പ്രതി അതിൽ എഴുതി ചേർത്തില്ല. പകരം അവർക്ക് മാത്രം മനസ്സിലാകുന്ന സൂചനകൾ മാത്രം ഒളിപ്പിച്ചതായിരുന്നു ആ കത്ത്. നടിയെ ആക്രമിച്ച കേസിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കാതിരിക്കാൻ സുനിൽകുമാർ 2 കോടി ആവശ്യപ്പെട്ടുവെന്ന ദിലീപിന്റെ പരാതിയിലെ പരാമർശമാണ് നടനെ തിരിഞ്ഞുകുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തിലോ നാദിർഷയും ദിലീപിന്റെ മാനേജറും റെക്കോർഡ് ചെയ്തെടുത്ത സുനിയുടെ ഫോൺ സംഭാഷണത്തിലോ ഈ 2 കോടിയുടെ കണക്കില്ല. പിന്നെ എവിടെ വെച്ച് എപ്പോൾ ആര് മുഖേന ഈ തുക സുനിൽകുമാർ ആവശ്യപ്പെട്ടുവെന്ന പോലീസ് ചോദ്യത്തിന് ദിലീപിന് മറുപടി ഇല്ലാതെ പോയി. യഥാർത്ഥത്തിൽ 1.5 കോടിയാണ് കൊട്ടേഷൻ തുകയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 13 മണിക്കൂർ ഒറ്റയിരുപ്പിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യങ്ങളെ നേരിട്ടപ്പോഴും ദിലീപിന് പരാതിയൊന്നും ഉണ്ടായില്ല എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകം നിരീക്ഷിച്ചു. നിരപരാധിയെന്ന് സ്വയം ഉറപ്പുള്ള ഏതൊരാളും പ്രകടിപ്പിക്കുന്ന ന്യായമായ അസ്വസ്ഥതകൾ പോലും നടനിൽ കണ്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങൾക്ക് മുന്നിലും പരാതിയൊന്നും പറഞ്ഞില്ല. കുടുങ്ങുമെന്ന് സംശയിച്ചു പോയ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൈകൂപ്പി രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിസ്സഹായത പ്രകടിപ്പിച്ചതും പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവായി. പൾസർ സുനി എന്ന സുനിൽകുമാറിനെ അറിയില്ലെന്നും കണ്ടിട്ട് പോലുമില്ലെന്നും അവസാന ഘട്ടത്തിൽ ദിലീപ് പറഞ്ഞതും സ്വയം കുഴിച്ച കുഴിയായി. അന്നത്തെ, അതായത് ഈ പറയുന്ന ദിലീപ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു സമയത്തുള്ളൊരു ന്യൂസും കാര്യങ്ങളാണിത്. 13 മണിക്കൂർ ഇത്രയും നിരപരാധിയായ ഒരു വ്യക്തിയാണ് താൻ എന്നുള്ള ബോധ്യമുള്ള ഒരു വ്യക്തിനെ ഒരാള് ചോദ്യം ചെയ്യാണ്, പോലീസ് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ, അതായത് ഞാനൊരു നിരപരാധിയാണ്, എന്നെ എന്തിനാണ് ഇത്രയും നേരം ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തിനാണെന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ്, ഒരു സിംഗിൾ കംപ്ലൈന്റ് പോലും അന്ന് ആരോടും പറയാൻ ദിലീപ് തയ്യാറായില്ല, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപിന് അന്ന് പരാതിയില്ലായിരുന്നത്? അതായത് പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് അന്ന് ദിലീപ് നിന്നത്? എന്തുകൊണ്ട് ദിലീപിന് അന്ന് പരാതിയില്ലായിരുന്നു? ഇന്ന് എന്തുകൊണ്ടാണ് പരാതി? അതായത് അന്നില്ലാത്ത പരാതിയാണ് ഇന്ന്, അല്ലെ? അപ്പോ അന്ന് ചോദ്യം ചെയ്യുന്ന സമയത്തും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ, അതായത് ഒരു കുഴപ്പവുമില്ല, താൻ തന്നെയാണെന്നുള്ള രീതിയിൽ ഉറപ്പിക്കുന്ന രീതിയിലാണ് ദിലീപ് നിന്നിരുന്നത് എന്നാണ് പോലീസുകാരടക്കം അന്ന് പറയുന്നുണ്ടായിരുന്നത്. ഇനി ദിലീപിന് പൾസർ സുനി അയച്ച കത്ത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദിലീപേട്ട, ഞാൻ സുനിയാണ്. ജയിലിൽ നിന്നാണ് ഇത് എഴുതുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കത്ത് കൊടുത്തുവിടുന്നത്. ഈ കത്ത് കൊണ്ടുവരുന്നവന് കേസിനെ പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് വേണ്ടി അവൻ ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേസിൽ ഞാൻ കോടതിയിൽ സറണ്ടർ ആകുന്നതിന് മുമ്പ് കാക്കനാട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവയിലാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇത് എഴുതാൻ കാരണം ഈ കേസിൽപ്പെട്ടതോടുകൂടി എന്റെ ജീവിതം തന്നെ അവസാനിച്ച പോലെയാണ്. എനിക്ക് എന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് 5 പേരെ എനിക്ക് സേഫാക്കിയേ പറ്റൂ. പലരും നിർബന്ധിക്കുന്നു, നീ എന്തിനാ ബലിയാടാകുന്നത് എന്ന്. നീ നിന്നെ ഏൽപ്പിച്ച ആളുടെ പേര് പറയുകയാണെങ്കിൽ പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു. ചേട്ടന്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട്. ചേട്ടന് എന്റെ കാര്യം അറിയാൻ ഒരു വക്കീലിനെങ്കിലും എന്റെ അടുത്തേക്ക് വിടാമായിരുന്നു.
അതുണ്ടായില്ല. ഞാൻ നാദൃഷിയെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അവിടുന്നും എനിക്ക് മറുപടി ഒന്നും വന്നില്ല. ഫോൺ വിളിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നെ ഇനി ശത്രുവായിട്ട് കാണുന്നോ മിത്രമായിട്ട് കാണുന്നോ എന്ന് എനിക്കിനി അറിയേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം. ചേട്ടൻ എന്റെ അടുത്തേക്ക് ഒരാളെ വിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കത്ത് കിട്ടിക്കഴിഞ്ഞ് 3 ദിവസം ഞാൻ നോക്കും. ചേട്ടന്റെ തീരുമാനം അതിനു മുമ്പ് എനിക്കറിയണം. സൗണ്ട് തോമ തൊട്ട് ജോർജ് ഏട്ടൻ സ്പൂരൻ വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കത്ത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുമല്ലോ. നാദൃഷിയെ ഞാൻ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഈ കത്ത് വായിച്ച ശേഷം ദിലീപേട്ടൻ പറയുക. ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ നിലവിലെ വക്കീലിനെ മാറ്റും. ചേട്ടൻ ആലോചിച്ച് തീരുമാനമെടുക്കുക. എനിക്ക് ചേട്ടൻ തരാമെന്ന് പറഞ്ഞ പൈസ ഫുള്ളായിട്ട് ഇപ്പോൾ വേണ്ട. 5 മാസം കൊണ്ട് തന്നാ മതി. ഞാൻ നേരിട്ട് നാദൃഷായെ വിളിക്കും. അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം. നാദൃഷായെ വിളിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് ആളെ വിടുക. അല്ലെങ്കിൽ എന്റെ ജയിലിലെ നമ്പറിലേക്ക് ഒരു 300 രൂപ മണി ഓർഡർ അയക്കുക. മണി ഓർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ലെന്ന്. എന്റെ RP നമ്പർ 8813, കെയർ ഓഫ് സൂപ്രണ്ട്, ജില്ലാ ജയിൽ, എറണാകുളം, CSEZ PO സുനിൽ. ഈ അഡ്രസ്സിൽ അയച്ചാൽ മതി. ഇനി ഞാൻ കത്തു നീട്ടുന്നില്ല. ഏതെങ്കിലും വഴി എന്നെ സമീപിക്കുക. ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പറയണമെന്നുണ്ട്. ഇനി എപ്പോൾ അത് പറയാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് ഇനിയും സമയം കളയാനില്ല. ചേട്ടനെ ഇതുവരെ ഞാൻ കൈവിട്ടിട്ടുമില്ല. ഇനി എല്ലാം ചേട്ടൻ ആലോചിച്ച് ചെയ്യുക. ഞാൻ ജയിലിലാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. മറ്റാരെങ്കിലും എന്റെ കാര്യം പറഞ്ഞു വന്നാൽ അതൊന്നും വിശ്വസിക്കണ്ട. എനിക്ക് അനുകൂലമായുള്ള കാര്യങ്ങളാണ് കത്ത് വായിച്ചിട്ട് പറയാനുള്ളതെങ്കിൽ ഈ കത്ത് കൊണ്ടുവരുന്ന വിഷ്ണുവിന്റെ അടുത്ത് പറയുക. ഈ കത്ത് അയക്കുന്നതുവരെ ഞാൻ ചേട്ടനെ സേഫാക്കിയിട്ടേ ഉള്ളൂ. എനിക്കിപ്പോൾ പൈസ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ്. നടക്കാത്തത് കൊണ്ടാണ് കാക്കനാട്ട് ഷോപ്പിൽ പോയത്. കത്ത് വായിച്ചതിന് ശേഷം തീരുമാനം എന്തായാലും എന്നെ അറിയിക്കുക. എനിക്ക് ചേട്ടൻ അനുകൂലമാണെങ്കിൽ കത്തുമായി വരുന്ന ആളോട് പറയുക. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത കത്തിൽ അറിയിക്കാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന പൾസർ സുനി പുറത്തിറങ്ങിയ ശേഷം വലിയ വലിയ വാഹനങ്ങളിലും കാര്യങ്ങളിലൊക്കെയാണ് സഞ്ചാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആരായിരുന്നു പൾസർ സുനിക്ക് അതിനുള്ള പൈസ കൊടുത്തതും? എല്ലാ ലീഡും പൾസർ സുനിയുടെ വായിൽ നിന്ന് വന്ന ആളുടെ പേരും എല്ലാം ദിലീപിലായിരുന്നു അല്ലെ. അപ്പോൾ ഈ പറയുന്ന ദിലീപ് അല്ലാതെ ഒരാളുടെ പേര് അവിടെ ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ അത് വരാത്തത്? അങ്ങനെ വേറൊരാൾ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അവിടെയുള്ള യഥാർത്ഥ പ്രതിയുടെ പേര് വന്നിട്ടില്ല? എന്തുകൊണ്ട് ദിലീപിന് 8 വർഷം കിട്ടിയിട്ടും അങ്ങനെ ഒരു യഥാർത്ഥ പ്രതി ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്ന് ദിലീപിനെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ അവിടെ? അപ്പോൾ അത് 8 വർഷം കിട്ടിയിട്ടും, അതായത് ഇത്രയും വർഷം ഇല്ലാത്ത പരാതികളാണ്, അല്ലെങ്കിൽ ഇത്രയും വർഷം ഓരോ ഹർജി കൊടുത്ത് നീട്ടി കൊണ്ടുപോയ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഹർജികളാണ് കൊടുക്കുകയും അത് അതിജീവതയ്ക്ക് പല കാര്യങ്ങളും നിരസിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തത് നമ്മൾ 8 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോടതി മുറിയിൽ വെച്ചിട്ട് അതിജീവതയ്ക്ക് നേരിട്ട വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതിജീവത തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒന്ന് നോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അതിജീവിതയോട് വളരെ മോശം രീതിയിൽ സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാം കൂടി കൂട്ടി വായിക്കണ സമയത്താണെങ്കിലും ഞാൻ ചോദിക്കണ ഈ ക്വസ്റ്റ്യൻസിനാണെങ്കിലും പലർക്കും ഉത്തരമില്ല. പക്ഷെ പലരും കണ്ണടച്ചങ്ങ് സപ്പോർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഇതിലുള്ള യഥാർത്ഥ പ്രതിയെ തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ഈ പറയുന്ന യഥാർത്ഥ പ്രതി എന്ന് പറഞ്ഞിട്ടും ഇത് ചെയ്ത ആളെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ദിലീപിൻ്റെതല്ലാതെ വേറൊരാളുടെ പേര് അവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല? അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ദിലീപിന് 8 വർഷം കിട്ടിയിട്ട് എന്തുകൊണ്ട് ദിലീപ് അല്ല എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ദിലീപ് അല്ലാതെ വേറൊരാള് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവിടെ ആക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് ദിലീപിന് അത് സാധിച്ചിട്ടില്ല? അപ്പോൾ അങ്ങനെ ഒരാളുടെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോബിനെ കുറിച്ചോ ഇതുവരെ ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തിന് ദിലീപിന്റെ വക്കീല് പോലും എവിടെയും അങ്ങനെ ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ അവർ കാരണമാണ് അവർ നമ്മളെ കുടുക്കിയതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് അവർക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കുകയോ കാര്യങ്ങളൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരേ ഒരു പേര് ദിലീപ് എന്നാണ് വന്നിരിക്കുന്നത്? അത് പൾസർ സുനിയുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപ് തന്നെ ആദ്യം ആ കത്തെഴുതിയതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് പോയി കൊടുത്ത, എനിക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും പിന്നീട് അങ്ങോട്ട് അന്വേഷിച്ച കിട്ടിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുമാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തിനാണ്, അതായത് ഇതുപോലെ തന്നെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും. കാരണം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരാളുടെ ഇഷ്ടമാണ്.
ദിലീപിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ബാക്കിയുള്ളവരുടെ ഇഷ്ടമാണ്, ഒരാളുടെ താല്പര്യമാണ്. അതുപോലെ അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ട് ദിലീപിന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അതിജീവിതയ്ക്കൊപ്പം മാത്രം നിൽക്കുന്നു, അതായത് WCC അംഗങ്ങൾ അതിജീവിതയ്ക്കൊപ്പം എന്നാണ് പറയുന്നത്. അതേ സമയത്ത് തന്നെ അമ്മയിലെ അംഗങ്ങളിൽ പലരും പറയുന്നതും അതിജീവിതയ്ക്കൊപ്പവുമാണ്, എന്നാൽ ഈ പറയുന്ന ദിലീപിനൊപ്പവുമാണ് എന്നാണ്. അങ്ങനെ പറയുന്ന രീതിയിലുമുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അഖിൽ മാരാരുടെ ഭാഗത്തു നിന്ന് വന്നൊരു പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അഖിൽ മാരാർ പറഞ്ഞു. അതൊക്കെ ഓക്കെ, പക്ഷെ അതിൽ രണ്ടാമതായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ വളരെയധികം നാണക്കേടും പുച്ഛവും തോന്നിയൊരു കാര്യമാണ്. ബാക്കി എന്തോ അഖിൽമാരുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞോളൂ. പക്ഷേ ഈ പറയുന്ന XUV-യിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്, അതും 2017 ഉണ്ടായ ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോണിൽ എങ്ങനെയാണ് ആ ദൃശ്യം പകർത്തുന്നത്, അതിന് സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള വളരെ നിഷ്ഠൂരമായിട്ടുള്ളൊരു കാര്യം. അതായത് ഇതിനൊന്നും സാധിക്കില്ല, ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു പോസ്റ്റിൽ രണ്ടാമതായിട്ടൊരു പോയിന്റിൽ ഈ പറയുന്ന അഖിൽ മാരാർ കൊടുത്തേക്കുന്നത്. എന്നിട്ട് അഖിൽ മാരാർ പറയുകയാണ്, ഒരു XUV-യിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇത് നോക്കൂ, ഒരു ട്രയൽ നോക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ ട്രയൽ, അതായത് അതിന് താഴെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അഖിൽ മാരാർ തന്നെ അഖിൽ മാരാറുടെ വീട്ടിലുള്ള ആൾക്കാരെയും കൂട്ടി പോയിട്ട് ഒരു ട്രയൽ നോക്കൂ. കാരണം ഈ ഒരു വ്യക്തിനെ, ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പീഡിപ്പിക്കുന്നതിന് ഇത്ര വിസ്താരമുള്ള സ്ഥലം വേണമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സലീം കുമാർ ക്യൂൻ സിനിമയിൽ പറഞ്ഞതുപോലെ ഏതാണ് അസമയം എന്ന് ചോദിച്ചതാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഒരു XUV-യിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്, എങ്ങനെയാണ് 2017 ഒരു ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അനന്തുവിന്റെ വീഡിയോ കണ്ടപ്പോൾ അനന്തു അതിൽ വ്യക്തമായിട്ട് 2017 അനന്തുവിനുണ്ടായ ക്യാമറ കാണിക്കുന്നുണ്ട്, അതിലെ കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലും 2017 നമ്മുടെ കയ്യിലൊക്കെ ക്യാമറ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മൊബൈൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇത്രയും മോശം രീതിയിലൊക്കെ സംസാരിക്കേണ്ട, അതായത് ബാക്കിയൊക്കെ അഖിൽ മാരാർ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെ, അവരുടെ ഇഷ്ടം. പക്ഷെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ പുച്ഛമാണ് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ. ഈ പറഞ്ഞ ഈ മൊഴിയെടുത്ത കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കൂടി കണ്ടായിരുന്നു. ഈ ആദ്യം തന്നെ ലാലിന്റെ വീട്ടിലേക്ക് ഈ വ്യക്തി ഈ അതിജീവിതം ഓടിച്ചെന്ന സമയത്ത് അവിടെ മൊഴിയെടുക്കാനായിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ ആ വ്യക്തി ഇപ്പം റിട്ടയർഡ് ആയെങ്കിലും ആ സമയത്ത് ആ വ്യക്തി മൊഴിയെടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടായ അത്രയും മോശം രീതിയിൽ, അത്രയും കേൾക്കാൻ കൂടി പറ്റാത്ത രീതിയിലാണ് മൊഴിയെടുത്തതെന്ന് പറയുന്നുണ്ട്. അത്രയും സങ്കടപരമായിട്ടാണ് മൊഴിയെടുത്തതെന്ന് പറയുന്നുണ്ട്. ആ വ്യക്തി പിന്നീട് ഈ പറയുന്ന കോടതിയിലെത്തിയ സമയത്ത് ദിലീപിന്റെ വക്കീൽ ഇത് വെറും കള്ളമൊഴിയാണെന്ന് പറഞ്ഞ സമയത്ത് ഈ പറയുന്ന മൊഴിയെടുത്ത ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടായ ഒരു സങ്കടം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചിട്ട് ആ വ്യക്തിയുടെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാനിടയായി. അപ്പോൾ എത്രത്തോളം നിഷ്ഠൂരമായിട്ടാണല്ലേ, അതായത് അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന മറ്റു ചിലരും ഒരു ഭാഗത്ത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വിധിയെയും കാര്യങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട്, അതേസമയം ഈ പറയുന്ന ദിലീപിനെ സപ്പോർട്ട് ചെയ്യണോ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അതേസമയം ഞാൻ ഇന്നലെ കണ്ട വേറൊരു കാര്യമാണ്, അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹാഷ്ടാഗ് ഇട്ടിട്ട് അതിന് താഴെ ഈ പറയുന്ന ദിലീപിന്റെ വീടിന് മുകളിൽ പറന്ന ഡ്രോണിനെ കുറിച്ച് വരെ ഭയങ്കരമായിട്ടുള്ള വലിയ പാരഗ്രാഫ് എഴുതിയിട്ട് അവൾക്കൊപ്പം എന്ന് ചെറിയൊരു ഹാഷ്ടാഗും ഇട്ടിട്ട് അവിടെയും ഇല്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാരെയും കാണാനിടയായി. ഇതിനിടയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട.